ഞാൻ ഈ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ഇത് മതപരമായിട്ടോ മറ്റുള്ള ഒരു അർത്ഥത്തിലോ അല്ല പറയുന്നത്, എൻ്റെ നിലപാടാണ് പറയുന്നത്. ഞാൻ ഒറ്റ മുസ്ലിം വീടുകളിൽ കയറി വോട്ട് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എൻ്റെ സ്ഥാനാർത്ഥി ആയതുകൊണ്ടല്ല ഞാൻ ചോദിക്കാതിരുന്നത്. എന്നും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വിഭാഗം, നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കാത്ത മറ്റൊരു വിഭാഗം, ആ വിഭാഗത്തിൽപ്പെട്ട വിഭാഗം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ ഒരിക്കലും അവരോട് വോട്ട് ചോദിച്ച് എനിക്ക് വോട്ട് വേണ്ട എന്നുള്ള നിലപാട് ആദ്യം മുൻകെടുത്തിരുന്നു. ഈ മണ്ണാർക്കാട് നിയമമണ്ഡലത്തില് ഒരു മുസ്ലിം വീടുകളിൽ പോയിട്ടും മതപരമായിട്ടല്ല, ഞാൻ വ്യക്തിപരമായിട്ടും ചോദിച്ചിട്ടില്ല. എങ്കിലും എന്നെ അലനല്ലൂരും മറ്റു പല ഭാഗങ്ങളിലും എൻ്റെ ബിസിനസ് പാർട്ട്ണർമാരായ കുടുംബങ്ങളും എൻ്റെ മുസ്ലിം ഫാമിലിയിൽപ്പെട്ട കുടുംബങ്ങളും എൻ്റെ പല ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്യുന്നവരും എൻ്റെ ഭാര്യയുടെ കൂടെ വൈഫിൻ്റെ കൂടെ ജോലി ചെയ്തവരുമായ പലരും അലനല്ലൂർ കുമരമ്പത്തൂരൊക്കെ ഉണ്ട്. ആ ഫാമിലികളിലെ മുസ്ലിം വോട്ടുകളെല്ലാം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അവരോടും ഞാൻ നേരിട്ട് വോട്ട് ചോദിച്ചിട്ടില്ല, എൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരാണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് ആ ഒരു വോട്ടുമായി ബന്ധപ്പെട്ട എൻ്റെ നിലപാട്. മണ്ണാർക്കാട്ടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീനെതിരെ മത്സരിച്ച BJPയുടെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ഐസക് വർഗീസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഇന്നലെ നടത്തിയിരിക്കുന്ന ഒരു പ്രതികരണമാണ് നിങ്ങൾ കേട്ടത്. മുസ്ലിം വീടുകളിൽ കയറിയിട്ട് വോട്ട് ചോദിച്ചില്ല, കാരണം അവരുടെ വോട്ടുകൾ എനിക്ക് കിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് അവർ തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ് എന്നാണ് ഐസക് വർഗീസ് പറയുന്നത്. ഐസക്കിനോട് പറയാനുള്ളത്, നീ ഈ പറഞ്ഞിരിക്കുന്ന നിന്റെ ആ ധാരണ തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ് എന്നുള്ള ആ ധാരണ, അത് തന്നെയാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. മുസ്ലിം സമുദായം അത് അവരുടെ നിലപാടെന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയല്ല, അത് ആർജവത്തിൻ്റെ നട്ടെല്ലിൻ്റെ തിരിച്ചറിവിൻ്റെ നിലപാടാണ്. അത് മനസ്സിലാക്കണം. BJPയും NDAയും സംഘപരിവാറും മനസ്സിലാക്കേണ്ട കാര്യം, അത് ആർജവത്തിൻ്റെ നട്ടെല്ലിൻ്റെ തിരിച്ചറിവാണത്. മനസ്സിലായില്ലേ? സദാസമയം മുസ്ലിം സമുദായത്തെ അധിക്ഷേപിക്കുക, അവരെ പച്ചക്ക് ചാപ്പ കുത്തുക, അവരെ വർഗീയവാദികളാക്കുക, അവരെ പാകിസ്ഥാൻ ചാരന്മാരാക്കുക, അവരെ അധിക്ഷേപിക്കുക, അവരെ കടന്നാക്രമിക്കുക ഒക്കെ ചെയ്യുന്ന ഈ പറയുന്ന BJPയോടും സംഘപരിവാറുകാരനോടും ഒരിക്കലും മുസ്ലിം സമുദായത്തിന് യാതൊരു വിധത്തിലുള്ള മമത ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇപ്പം ഈ ഐസക്ക് ഇപ്പം NDAയുടെ ഭാഗമല്ലാതെ CPMൻ്റെയോ CPIയുടെയോ LDFൻ്റെയോ UDFൻ്റെയോ ഏത് ഭാഗമായി ഏത് മുന്നണിയുടെ ഭാഗമായി മത്സരിച്ചാലും ഐസക്കിന് വോട്ട് കിട്ടും, മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് കിട്ടും. അതെന്തുകൊണ്ടാ? അത് ഐസക്കിനോടുള്ള വെറുപ്പാണോ, അല്ലെങ്കിൽ ഐസക്കിനോടുള്ള എതിർപ്പാണോ? ഒന്നുമല്ല. ഐസക്ക് പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു രാഷ്ട്രീയത്തോട്, ആ ഒരു ആശയത്തോട്, ആ ഒരു മുന്നണിയോടുള്ള എതിർപ്പ് മാത്രമാണ്, ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടുള്ള എതിർപ്പ് മാത്രമാണ്. മനസ്സിലായില്ലേ? പിന്നെ ഐസക്കിന് എൻ്റെ സുഹൃത്തുക്കളുടെ കുടുംബത്തിൽ നിന്ന് കിട്ടി, എൻ്റെ വൈഫിൻ്റെ കൂടെ വർക്ക് ചെയ്തവരുടെ കൂട്ടത്തിൽ നിന്നുള്ള മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടി എന്നൊക്കെ ഐസക്കിന് വിശ്വാസമുണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിച്ചോ. ഇനിയിപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. പക്ഷേ ഈ സമുദായത്തിൻ്റെ, ഈ മതത്തിൻ്റെ, ഈ സമൂഹത്തിൻ്റെ വോട്ട് അത് ഐസക്കിനെന്നല്ല, BJPയുടെ NDAയുടെ ഒരു സ്ഥാനാർത്ഥിക്കും ലഭിക്കില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ എറണാകുളം ജില്ലയിലുള്ള 2020 എന്ന് പറയുന്ന ഒരു പാർട്ടി, ആ പാർട്ടി ഇത്രയും കാലം ഒരു സ്വതന്ത്ര പാർട്ടിയായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നതാ. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് NDAയുടെ ഭാഗമായപ്പോൾ സാബു ജേക്കബ് EDയെ പേടിച്ചും അന്വേഷണങ്ങളെ പേടിച്ചും ചെന്ന് NDAയുടെ ഭാഗമായി ചെന്ന് കയറിയപ്പോൾ അന്ന് അവിടെ ഉണ്ടായത് എന്താണ്? ഈ പറയുന്ന 2020യുടെ ഭാഗമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറിയ ആളുകളൊക്കെ പാർട്ടി വിടുകയും സ്ഥാനമാനങ്ങൾ രാജിവെക്കുകയും ചെയ്തു. അത് ഈ പറയുന്ന സംഘപരിവാർ എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തോടും അവരുടെ പ്രവർത്തനങ്ങളോടുമുള്ള എതിർപ്പാ. അത് തെറ്റിദ്ധാരണയല്ല, അത് ശരിയായ ധാരണയാ. ഈ രാജ്യത്തെ മുസ്ലിമിനെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സംഘപരിവാർ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു തീരുമാനവും ഒരു തിരിച്ചറിവുമാണത്, അല്ലേ? ഇപ്പം നിങ്ങളൊന്ന് നോക്കൂ. ഇപ്പോൾ ഈ പിന്നെ സിറ്റിസൺഷിപ്പ് അമെൻഡ്മെൻറ്റ് ആക്ട് നടപ്പിലാക്കിയിട്ട് ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള, പാകിസ്ഥാനിൽ നിന്നുള്ള, അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെയുള്ള പല ആളുകൾക്കും ഇവിടെ പൗരത്വം നൽകാമെന്നുള്ള തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തപ്പോൾ അതിൽ
മുസ്ലിം സമുദായത്തിൽ പെടുന്ന ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലാത്ത ഏത് വിഭാഗത്തിൽ പെടുന്ന ആളുകൾ വന്നാലും ഞങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോ നിരന്തരമായിട്ട് മുസ്ലിം സമുദായത്തെ കടന്നാക്രമിക്കുകയും അധിക്ഷേപിക്കുകയും അവരെ വ്യക്തിഹത്യ നടത്തുകയും അവരെ ചാപ്പ കുത്തുകയും അവരെ തീവ്രവാദിയാക്കുകയും അവരെ പാകിസ്ഥാനികളാക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഒരു കാരണവുമില്ലാതെ ഒരു കാര്യകാരണങ്ങളുമില്ലാതെ അവരെ ഇങ്ങനെ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് BJPയും സംഘപരിവാറും. അപ്പൊ അതിനെതിരെ നല്ല രീതിയിൽ ശക്തമായ രീതിയിൽ പ്രതികരിക്കും. അത് ഐസക്ക് അതിൽ വേദനിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? ഐസക്ക് എന്താണെങ്കിലും മുസ്ലിം വീടുകളിൽ കയറിയിട്ട് വോട്ട് ചോദിക്കാതിരുന്നത് നന്നായി. കാരണം അത്രയും ഊർജവും സമയവും വെറുതെ ചെലവഴിക്കേണ്ട കാര്യമില്ല, അത് നഷ്ടപ്പെടുത്തി കളയേണ്ട കാര്യമില്ല. ആ സമയത്ത് ബാക്കി ആരോടെങ്കിലും പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 വോട്ട് കൂടുതൽ കിട്ടുമായിരിക്കാം. അതെന്തായാലും ഐസക്കിൻ്റെത് എന്തായാലും ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ആ ബുദ്ധിയെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണമല്ലോ. കാരണം വെറുതെ സമയം ചെലവഴിക്കേണ്ട, എനർജി കളയേണ്ട, ഇതൊക്കെ നല്ലത് തന്നെയാണ്. അപ്പോൾ അത് തിരിച്ചറിവാണ്. പിന്നെ അബ്ദുള്ള കുട്ടിയെ പോലെയുള്ള ഏതെങ്കിലും ഉണ്ണാക്കന്മാരെ കണ്ടിട്ട് ഈ പറയുന്ന അബ്ദുള്ള കുട്ടിയുടെ കക്ഷത്തിലാണ് മുസ്ലിം സമുദായം എന്നൊന്നും ഒരു സംഘപരിവാറുകാരനും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. അബ്ദുള്ള കുട്ടിയൊക്കെ സംഘപരിവാറിനെ ഏത് രീതിയിൽ ഈ സമുദായം മാറ്റി നിർത്തിയിട്ടുണ്ടോ അതുപോലെ നായ തൊട്ട കലം പോലെ മാറ്റി നിർത്തപ്പെട്ട ആളുകളാണ് ഈ അബ്ദുള്ള കുട്ടിയാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെ എന്നുള്ളത് കൂടി നിങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാ. മനസ്സിലായില്ലേ? സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സംഘപരിവാർ പ്രസ്ഥാനം ക്രൈസ്തവരുമായിട്ട് അടുക്കാൻ ശ്രമിച്ചത് മുസ്ലിങ്ങളെ ഒരു ശത്രുവാക്കി കാണിച്ച് അവരുടെ ഇടയിൽ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ വിത്തുകൾ പാകിക്കൊണ്ടാണ്. പക്ഷേ ഒരു ഘട്ടം വന്നപ്പോൾ ക്രൈസ്തവർക്ക് ചില കാര്യങ്ങളൊക്കെ ചിലർക്കൊക്കെ ബോധ്യമായി തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ സംഘപരിവാറിൻ്റെ അജണ്ട അത് RSSന്റെ അജണ്ടയാണ്. RSSന്റെ അജണ്ട എന്താ? ഈ രാഷ്ട്രത്തെ ഹൈന്ദവ രാഷ്ട്രമാക്കി മാറ്റുക. ഈ മതേതരത്വ രാജ്യം എന്ന് പറയുന്നത് ഇതൊരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണം എന്നുള്ളതാണ് RSSന്റെ അജണ്ട. ആ അജണ്ടകൾ തന്നെയാണ് സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ആശയം. അതിൽ വേറെ ആശയങ്ങളൊന്നുമില്ല, അതിൽ വേറെ പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല. താല്പര്യം RSSന്റെ എന്താണോ മനുസ്മൃതി പറയുന്നത് അത് അപ്പടി നടപ്പിലാക്കുക. അപ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ചില ഊടുവഴികളും വളഞ്ഞ വഴികളും ചിലപ്പോൾ ക്രൈസ്തവർക്ക് അനുകൂലമായിട്ട് ചിലപ്പോൾ മുസ്ലിമിന് അനുകൂലമായിട്ടൊക്കെ ചില ചെറിയ ചെറിയ നിലപാടുകൾ അവിടെ ഇവിടെയൊക്കെ എടുക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് വേറെ നിലപാടുകളൊന്നുമില്ല. നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ ഈ രാഷ്ട്രം ഹൈന്ദവ രാഷ്ട്രമാക്കി മാറ്റുക. അത് RSSന്റെ മാത്രം താല്പര്യമാണ്. ആ താല്പര്യം രാജ്യത്തിൻ്റെ താല്പര്യമല്ല, ഈ രാജ്യത്തെ ഹൈന്ദവൻ്റെ താല്പര്യമല്ല, ഈ രാജ്യത്തെ ഹിന്ദുവിൻ്റെ താല്പര്യമല്ല, ഈ രാജ്യത്തുള്ള ഒരുത്തൻ്റെയും താല്പര്യമല്ല. അത് RSSന്റെ മാത്രം താല്പര്യമാണ്. ആ താല്പര്യങ്ങളെ എങ്ങനെ ചെറുത്ത് തോൽപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ഈ രാജ്യത്തുള്ള എല്ലാ മനുഷ്യർക്കും നല്ല ബോധ്യമുണ്ട്, നല്ല ചിന്താശക്തിയും ആ കാര്യത്തിലുണ്ട്. അപ്പോൾ അത് വർഗീസിനില്ലെങ്കിൽ വർഗീസ് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്താണെങ്കിലും നന്നായി മുസ്ലിം വീടുകൾ കയറിയിട്ട് വോട്ട് ചോദിക്കാത്തത് നന്നായി. പിന്നെ ഈ പറയുന്ന ആരുടെയൊക്കെ വോട്ട് കിട്ടി എന്നൊക്കെ നമുക്ക് അങ്ങനെ പലതും അനുമാനിക്കാം, അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാം. കിട്ടിയോ ഇല്ലേ എന്നുള്ളത് വോട്ട് എണ്ണി കഴിയുമ്പോൾ അറിയാം എത്ര ആരുടെ വോട്ട് കിട്ടി, എത്ര ആളുടെ വോട്ട് കിട്ടി, ആരുടേതൊക്കെയാണ് എന്നുള്ളതൊക്കെ നന്നായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ കേരളത്തിൽ ഇപ്പം ചിലപ്പോൾ വേണമെങ്കിൽ UPയിലും ഗുജറാത്തിലൊക്കെ വേണമെങ്കിൽ ഉണ്ടാവുമായിരിക്കാം മുസ്ലിം സമുദായത്തിൽ പെടുന്നവർ സംഘപരിവാറിന് വോട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കാം. അതിന് അവരുടേതായ കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കാം, ചിലപ്പോൾ നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരിക്കാം, അങ്ങനെയുണ്ടല്ലോ. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലില്ല. അത് ഐസക് വർഗീസിനെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കുക. അതിപ്പോൾ മുസ്ലിമിനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലില്ല, അത് ഉണ്ടാവുകയുമില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇവിടുത്തെ ചില രാഷ്ട്രീയ പ്രബുദ്ധതകളാണ്. ഈ ജനത്തിൻ്റെ കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനമാണ്. അതിനെ ഒന്നും വിലക്ക് വാങ്ങാൻ സംഘപരിവാർ കേരളത്തിൻ്റെ മണ്ണിലായിട്ടില്ല എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ പല സ്വപ്നങ്ങളും കാണാം. അതൊന്നും സ്വപ്നങ്ങൾ കാണണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. മനസ്സിലായില്ലേ? എന്താണെങ്കിലും ഐസക് വർഗീസിന് ഒരു കാര്യം ഉറപ്പുണ്ട്. മണ്ണാർക്കാട്ട് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് N. ശംസുദ്ദീൻ തന്നെ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഐസക്കിന് ഒരു സംശയവും കേട്ടോ. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതെന്തായാലും നന്നായി. ഐസക്കിന് എനിക്ക് തോന്നുന്നു ഐസക്ക്
പല കാര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ചിലപ്പോൾ NDAയുടെ ഭാഗമായിട്ടുണ്ടാകുക. അതുകൊണ്ടായിരിക്കും ഐസക്കിന് ചിലപ്പോൾ ഇത്തരത്തിൽ തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത്. അതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടല്ലോ, ചില സാഹചര്യങ്ങൾ കാരണം, ചില ലാഭ നേട്ടങ്ങൾ കാരണം, അല്ലെങ്കിൽ ലാഭങ്ങൾക്ക് വേണ്ടി, ചില നേട്ടങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ പലരുമായിട്ട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. അത്തരത്തിലായിരിക്കാം ഐസക് വർഗീസ് വേറെ വഴിയില്ലാതെ, വേറെ മാർഗമില്ലാതെ ഗതികേട് കൊണ്ടുപോയി നിൽക്കുന്നതായിരിക്കാം. മേ ബി, ഇല്ലെന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ഐസക്കിൻ്റെ സംസാരം കേൾക്കുമ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നത്. കാരണം ചില തിരിച്ചറിവുകൾ ഈ സാധാരണഗതിയിലുള്ള ചാണകം തീനികളുടെ പോലെയല്ല, ചില തിരിച്ചറിവുകളുണ്ട്. അത് മേ ബി ഈ പറയുന്ന ഗതികേടിൻ്റെ ഭാഗമായിട്ട് മനസ്സില്ലാ മനസ്സോടെ പോയി നിൽക്കുന്നതായിരിക്കാം.